കശ്മീരുമായി ബന്ധപ്പെട്ട എന്തും വർഗീയ വിഷം പരത്താനുള്ള ആയുധമായാണ് സംഘപരിവാർ ഉപയോഗിച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും സംഘപരിവാർ അജണ്ടകൾ വിജയിച്ചിട്ടുമുണ്ട്. എന്നാൽ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെല്ലാം സംഘപരിവാറിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുകയാണ്. ഇന്ത്യ വിഭജനാനന്തരം പാകിസ്ഥാനിലേക്ക് കുടിയേറേണ്ടി വന്ന ഉറുദു എഴുത്തുകാരൻ സാദത്ത് ഹസൻ മൻഡോ നിരന്തരം അഭയാർത്ഥികളുടെ വേദനകളും ദുരന്തങ്ങളും എഴുതി. മദ്യപാനിയും ഉന്മാദിയും അരാജകവാദിയുമായാണ് മരണമടഞ്ഞത്. മൻഡോയുടെ ഒരു കഥയിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്: ഈ തോക്കിന് ആരോടാണ് യുദ്ധം? ഹിന്ദുവിനോടോ മുസ്ലിമിനോടോ? മൻഡോയുടെ കഥയിലെ തോക്കിനെ പോലെയാണ് പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും കശ്മീരിലെയും സാധാരണ മനുഷ്യർ. അവർക്ക് ആരോടും യുദ്ധമില്ല. അവർ ആവശ്യാനുസരണം എടുത്ത് യുദ്ധമുണ്ടാക്കുന്നത് മതഭീകരരും ഭരണകൂടങ്ങളുമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് ഭരിക്കുന്നത് കടുത്ത മതവാദികളും വർഗീയവാദികളുമായതുകൊണ്ട് തന്നെ ഓരോ ഭീകരാക്രമണവും അവർക്ക് സുവർണാവസരമാണ്. കൊല്ലപ്പെട്ട നിരപരാധികളുടെ ചിതയിൽ നിന്ന് പോലും വിദ്വേഷം ഊതിക്കത്തിക്കാനുള്ള അത്തരം നീക്കങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു മരിച്ച രാമചന്ദ്രന്റെ മകൾ ആതിരയുടെ പ്രതികരണം. ഒരു ഭീകരാക്രമണത്തിന്റെ ഇരയിൽ നിന്ന് സാധാരണയായി പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറത്തുള്ള ആത്മവീര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും വാക്കുകൾ. ഭീകരാക്രമണ സമയത്ത് രക്ഷാകവചമായെത്തിയ സാധാരണ മനുഷ്യരെക്കുറിച്ച് ആതിര വിവരിച്ചപ്പോൾ ഇളിഭ്യരായത് കശ്മീരിനെ കരുതേക്കാൻ മത്സരിക്കുന്നവരാണ്. ഈ നാണംകെട്ട പ്രവൃത്തി ചെയ്യുന്നവർ തങ്ങളുടെ സുഹൃത്തുക്കളല്ലെന്ന മുഹമ്മദ് യൂസഫ് തരിഗാമയുടെ വാക്കുകൾ ഓരോ കശ്മീരിയുടെയും വാക്കുകളായി തന്നെയാണ് പ്രതിധ്വനിക്കുന്നത്. കാരണം ഭീകരാക്രമണത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ കശ്മീർ ജനത തന്നെയാണ്. ഈ കൂട്ടക്കൊലയോടെ തകരുന്നത് അവരുടെ ശാന്തമായ ജീവിതമാണ്, ജീവനോപാധികളാണ്. അതുകൊണ്ടാണ് അവർ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി പ്രതിഷേധ പ്രവാഹമാകുന്നത്. ദുരന്തങ്ങളിലെ വേദനയിലേക്കും വൈകാരികതയിലേക്കും നുഴഞ്ഞു കയറി നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നുണകളും പ്രൊപ്പഗാണ്ടയുമായെത്തിയ ഗോദി മീഡിയകളെയും അവർ തുരത്തിവിടുകയാണ്. കലാപം സ്വപ്നം കണ്ട ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെയും സംഘപരിവാർ വർഗീയവാദികളെയും നിരാശപ്പെടുത്തി കശ്മീരിൽ ഹിന്ദുവും മുസ്ലിമും ഒത്തുചേർന്നു പറയുന്നു, ഹം ഏക് ഹൈ. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.